നമസ്കാരം. 9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. ജലനിരപ്പ് 2395 അടി എത്തിയതോടെ ഇന്നലെ രാത്രി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് 2395.30 അടിയാണ്. ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചുവെങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ചെറുതോണിയിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. 2399 അടിയാകുമ്പോൾ റെഡ് അലേർട്ട് നൽകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് MS സനീഷ് കുമാറും സനോജ് സുരേന്ദ്രനും കൊച്ചിയിൽ നിന്ന് വിനീത വിജിയും ചേരുന്നു. ആദ്യം സനോജിലേക്ക്. സനോജ്, ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സനോജ് നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോഴും ഡാം പരിസരത്ത് കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? രജനി, മഴയ്ക്ക് ഇപ്പോഴും ഇടുക്കിയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ യാതൊരുവിധ കുറവുമില്ല. കാരണം ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴയായിരുന്നു. ആ മഴയ്ക്ക് പുലർച്ചെ വന്നപ്പോൾ ഇച്ചിരി ശമനമുണ്ടായെങ്കിലും ചാറ്റൽ മഴ തുടരുകയായിരുന്നു. ഇടയ്ക്ക് അത് ചാറ്റൽ മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. ഇപ്പോഴും ചാറ്റൽ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മഴ ഇവിടെ നിലയ്ക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഡാമിലെ ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരുന്നുണ്ട്. രാവിലെ 6 മണിക്ക് ജലനിരപ്പ് നമുക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2395.28 ആയിരുന്നു. അത് കഴിഞ്ഞ മണിക്കൂറിൽ എത്തിയപ്പോൾ 2395.30 ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. ഓരോ മണിക്കൂറിലും കണക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ജില്ലാ ഭരണകൂടവും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ പക്ഷേ ഭയപ്പെടാൻ വേണ്ടിയുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ല എന്നാണ് ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം നമുക്ക് നൽകുന്ന വിശദീകരണം. കാരണം ഡാം തുറക്കുന്ന ഒരു അന്തിമ കാര്യത്തിലേക്ക് ഇപ്പോഴും തീരുമാനം എത്തിയിട്ടില്ല. ഡാം തുറക്കുന്നതിന്റെ 24 മണിക്കൂർ മുമ്പാവും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുക. റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണെന്ന് സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. അതിനുശേഷം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ശേഷം ആളുകളെ മുഴുവൻ പേരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ച ശേഷമാവും ഡാം പരീക്ഷണാടിസ്ഥാനത്തിൽ തുറക്കുക. എന്തായാലും അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു. അതുകൊണ്ട് തന്നെ ഡാമിലെ ജലനിരപ്പ് ഉയരുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശമാണ്. ഇടുക്കി ഡാം ഉൾപ്പെടുന്ന പ്രദേശമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഡാമിൽ വെള്ളം കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ഡാമിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ജലനിരപ്പ് അല്പം കൂടി ഉയരാനാണ് സാധ്യത. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതും ഈ ഡാമിലെ ജലനിരപ്പ്, അതായത് ചെറുതോണി ഡാം തുറക്കുമ്പോൾ ജലം ഒഴുകിപ്പോകുന്ന പ്രദേശത്തെ ആളുകൾക്കുണ്ടാകുന്ന കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകുവാൻ വേണ്ടി ചെറുതോണിയിൽ നിന്നും MS സനീഷ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. രഞ്ജിനി. സനോജ് തുടരുക. ഇപ്പോൾ MS സനീഷ് കുമാർ ചെറുതോണിയിൽ നിന്നും ചേരുന്നുണ്ട്. MS അനീഷ് കുമാർ, ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്ന് തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഷട്ടർ തുറക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? സ്ഥിതിഗതികൾ ഇന്നലത്തതിൽ നിന്നും കൂടുതൽ വിഭിന്നമാണെന്നാണ് ഇന്ന് രാവിലെ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. കാരണം ഓരോ മണിക്കൂറിലും 0.1 അടി വീതം ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഉച്ചയോടുകൂടി തന്നെ അണക്കെട്ടിലെ ജലനിരപ്പിൽ ഏതാണ്ട് 1/2 അടിയിലേറെ മാറ്റം വരുമെന്ന് നമുക്ക് ഇപ്പോൾ തീർത്തു പറയാൻ കഴിയും. 2396 അടിയിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ജലനിരപ്പ് ഉയരും എന്ന സൂചനകളും KCB ഉദ്യോഗസ്ഥർ നൽകുന്നു. ഇന്നലെ താരതമ്യേന മഴ കുറഞ്ഞ ദിവസങ്ങളായിരുന്നു. ഇതിനു മുമ്പുള്ള പല ദിവസങ്ങളിലും 1.5 അടി വീതമാണ് ജലനിരപ്പ് ഉയരുന്നത്. എന്നാൽ ഇന്നലെ 1 അടിയിൽ താഴെയാണ് ജലനിരപ്പ് ഉയരുന്നത്. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും മാറിമറിയുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. കാരണം അണക്കെട്ടിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളായ അഞ്ചുരുളി ഒപ്പം അയ്യപ്പൻകോവിൽ തുടങ്ങിയ മേഖലകളിലെല്ലാം നല്ല മഴ ലഭിക്കുന്നു എന്ന് അധികൃതർ പറയുന്നു. ഒപ്പം അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിലും കാര്യമായ പുരോഗതിയുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ നാളെ തന്നെ ട്രയൽ റൺ നടക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത്. 2400 അടിയെത്തിയാൽ മാത്രം സാധാരണ രീതിയിൽ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നാൽ മതിയാവും. എന്നാൽ ഇത്തവണ മുൻ വർഷങ്ങളിൽ ഒക്ടോബർ മാസത്തിൽ അണക്കെട്ട് തുറക്കുന്നു എങ്കിൽ ഇത്തവണ ഓഗസ്റ്റിൽ തന്നെ ജലനിരപ്പ് എത്തിക്കുന്നു. ജൂലൈ അവസാന വാരവും ഓഗസ്റ്റ് ആദ്യ വാരത്തോടും ചേർന്ന് തന്നെ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു. ഒപ്പം മുല്ലപ്പെരിയാർ മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നും അധികൃതരെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. 135 അടിയുടെ മുകളിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ്. 142 അടിയിലെത്തിയാൽ മുല്ലപ്പെരിയാറിലെ സ്പിൽവേകൾ വഴി വെള്ളം പെരിയാറിലേക്ക് ഒഴുകി തുടങ്ങും. എന്നാൽ എത്ര അളവ് വെള്ളം പെരിയാറിലേക്ക് ഒഴുകും, അത് പിന്നീട് ഇടുക്കി അണക്കെട്ടിലേക്ക് എത്തും എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ചിത്രം
ഇപ്പോഴും അധികൃതർക്ക് നൽകാൻ കഴിയുന്നില്ല. ഒപ്പം അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിൽ ഗണ്യമായ പുരോഗതിയുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിച്ചാണ് ഇപ്പോൾ അണക്കെട്ട് നേരത്തെ തുറന്നുവിടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. നിലവിലെ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് പൂർണ്ണമായ ഒരു അണക്കെട്ട് തുറക്കൽ ആവില്ല ഇത്തവണ ഉണ്ടാവുക. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ 1-2 ഷട്ടറുകൾ 40 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം താഴേക്ക് ഒഴുക്കിവിടുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനും ശേഷം ജലനിരപ്പ് കുറഞ്ഞില്ലെങ്കിൽ മാത്രം സംഭരണശേഷിയുടെ പരമാവധിയിൽ എത്തുമ്പോൾ മാത്രമാവും പിന്നീട് പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു തുറന്നുവിടൽ ഉണ്ടാവുക. നമുക്കറിയാം 26 വർഷം മുമ്പാണ് അണക്കെട്ട് അവസാനമായി തുറന്നത്. ആ സമയത്ത് ഈ മേഖലകളിൽ കാര്യമായ ജനവാസം ഇല്ലായിരുന്നു. പെരിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ കാര്യമായ ആൾതാമസമില്ലായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. നമുക്ക് അറിയാം ഈ തോടിൻ്റെ ചെറുതോണി പുഴയുടെ ആഴം കൂട്ടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് അധികൃതർ നീങ്ങേണ്ടി വന്നിരിക്കുന്നു. കയ്യേറ്റങ്ങൾ മൂലം ഇതിൻ്റെ വിസ്തൃതി ഗണ്യമായി കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വെള്ളം തുറന്നുവിടുമ്പോഴുണ്ടാകുന്ന ആഘാതം എത്രമേൽ വലുതാവും എന്ന് അധികൃതർക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. 400ഓളം വീടുകൾ ഈ പാതയിൽ ഉണ്ട് എന്നാണ് കണക്കുകൂട്ടുന്നത്. ഇതിൽ 40 വീടുകളെ ഒഴിപ്പിക്കേണ്ടി വരും എന്നും കണക്കുകൂട്ടിയിരുന്നു. ഇതനുസരിച്ച് റെഡ് അലേർട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ഈ കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. വിവിധ സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരുപക്ഷെ അടുത്ത അറിയിപ്പ് ട്രയൽ റൺ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിനീത വിജി കൂടി ചേരുന്നുണ്ട്. വിനീത, ഈ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക എറണാകുളത്തെ ജനങ്ങളെയായിരിക്കും. ഇങ്ങനൊരു സാഹചര്യമുണ്ടായി അത് നേരിടാൻ പൂർണ്ണ സജ്ജമാണോ ജില്ലാ ഭരണകൂടം? തീർച്ചയായും രഞ്ജിനി, ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും സജ്ജമായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. പെരിയാർ തീരത്തുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെരിയാർ തീരവാസികളെയൊക്കെ തന്നെ ആവശ്യമായ സുരക്ഷയും മുന്നറിയിപ്പും ഒക്കെ നൽകിയിട്ടുണ്ട്. അതായത് മൂന്നാമത്തെ മുന്നറിയിപ്പ് വന്ന് ഏതാണ്ട് 24 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമായിരിക്കും ജലം ഇത്തരത്തിലേക്ക് ഒഴുക്കിവിടുക. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ 24 മണിക്കൂറിനുള്ളിൽ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറായിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രഞ്ജിനി. ഇതുമായി ബന്ധപ്പെട്ട വീടുകളിലും മറ്റും തീരത്തെ വീടുകളിലും മറ്റും താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാമ്പുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളും വീട്ടുപകരണങ്ങളും ഒക്കെ ഇവരുടെ ആവശ്യാനുസരണം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറുവാഹനങ്ങളും തോണികളും താഴ്ന്ന പ്രദേശത്ത് മറ്റും ഇത്തരത്തിൽ വെള്ളം കയറുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങളെ മാറ്റുന്നതിനുള്ള തോണികളും എല്ലാം തന്നെ സജ്ജമായിട്ടുണ്ട്. അതേസമയം കളക്ടർ പറയുന്ന ഒരു പ്രധാന കാര്യം, അതായത് സോഷ്യൽ മീഡിയയിലൂടെയും ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയും ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ തെറ്റായിട്ടുള്ള പ്രചരണം നടത്തരുത്. ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഈ ഭൂതത്താൻ അണക്കെട്ടിന്റെ ഷട്ടറുകളൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം എല്ലാം കണക്കിലെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഡാം തുറക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു ദുരന്ത നിവാരണ സേനയുടെ ഒരു ബറ്റാലിയൻ ജില്ലയിലുണ്ട്. ഇത് കൂടാതെ തന്നെ കരസേനയുടെയും നാവികസേനയുടെയും വായുസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും എല്ലാം സഹായം ഉറപ്പാക്കും. ഏതാണ്ട് ഇത്തരത്തിൽ ഷട്ടർ ഉയർത്തുകയാണെങ്കിൽ, രഞ്ജിനി സൂചിപ്പിച്ചതുപോലെ ഷട്ടർ ഉയർത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഒഴുക്കുണ്ടാവുന്നത് ഇത്തരത്തിൽ എറണാകുളത്തിന്റെ പല പ്രദേശങ്ങളിലുമായിരിക്കും. ഇതൊക്കെ തന്നെ നേരത്തെ കണ്ടെടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വലിയ സേനയും അതോടൊപ്പം ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ ആവശ്യമായ മുന്നൊരുക്കങ്ങളൊക്കെ നൽകാൻ കളക്ടർ ഇന്നലെ ചേർന്ന യോഗത്തിൽ തന്നെ ആവശ്യമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. രഞ്ജിനി, കൊച്ചിയിൽ നിന്ന് വിനീതയും ഇടുക്കിയിൽ നിന്ന് അനീഷ് കുമാറും സനോജുമാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ, ഇടുക്കി ഡാം തുറന്നാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന മുൻ ഇടുക്കി പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ KR ഗോപാലകൃഷ്ണൻ. ആസൂത്രണത്തിന് കൂടുതൽ സമയം ലഭിച്ചത് അടിയന്തര സാഹചര്യം നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സഹായകമാകും. 1992 ഡാം തുറന്നപ്പോൾ ഇടുക്കിയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു ഗോപാലകൃഷ്ണൻ. 26 വർഷം മുൻപ് ഇടുക്കി ഡാം തുറക്കേണ്ടി വന്നപ്പോൾ കൂടുതൽ സങ്കീർണമായിരുന്നു കാര്യങ്ങൾ. 2394 അടിയായിരുന്ന ഡാമിലെ ജലനിരപ്പ് 24 മണിക്കൂറിനിടയിൽ 4 അടി കൂടി ഉയർന്ന് 2398-ലെത്തി. ഇതോടെ ഡാം തുറക്കേണ്ടി വരുമെന്ന് ഉറപ്പായി. മുൻകരുതൽ സ്വീകരിക്കാനും മുന്നറിയിപ്പ് നൽകാനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുമെല്ലാം ലഭിച്ചത് 3 ദിവസം മാത്രം. ഒക്ടോബറിൽ ഡാം തുറന്ന് കുറച്ചു ദിവസം കൊണ്ട് തന്നെ അടയ്ക്കാൻ കഴിഞ്ഞു. എന്നാൽ നവംബറിൽ വീണ്ടും തുറന്നപ്പോഴാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഭയപ്പെടാനുള്ള സാഹചര്യമൊന്നുമില്ല. കാരണം ഈ ലെവലിൽ നമുക്ക് വളരെ കൂടുതലൊന്നും തുറന്നു വിടേണ്ടി വരികയില്ല. പരമാവധി വന്ന ഒരു ഗേറ്റ് ഒരു 60 സെന്റിമീറ്റർ.
പിന്നെ ചില സമയത്ത് ഒരു 90 സെൻറ്റിമീറ്റർ, അതിനപ്പുറത്തേക്കില്ല. അത് താഴെ വലിയ ആഘാതം ഉണ്ടാക്കുന്നില്ല. ആഘാതം ഉണ്ടാക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇത് 2-3 ഗേറ്റൊക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വയ്ക്കുക, അങ്ങനെയുള്ള ചില അവസരങ്ങളൊക്കെ വരാം. പ്രകൃതിയിൽ ചില ദുരന്തങ്ങൾ ഉണ്ടാകുന്ന പോലെ ചില അവസരങ്ങളൊക്കെ വരാം. അന്ന് ഇതിൻ്റെ ഒരു ഇതുണ്ടാകുന്നുള്ളൂ. ഇപ്പം നമുക്ക് വളരെ ലളിതമായ രീതിയിൽ തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. വെള്ളം ഒഴുകിപ്പോകേണ്ട സ്ഥലങ്ങളിൽ മണ്ണടിഞ്ഞ് ഉയരം കൂടിയിട്ടുണ്ടെങ്കിൽ ജനവാസ മേഖലകളിലേക്ക് വെള്ളം കയറും. അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടാകുമെന്നത് ഡാം തുറന്നാലേ പറയാനാകൂ. മഴ, കാച്ച്മെന്റ് ഏരിയയിൽ എന്തുമാത്രം മഴയുണ്ടാവുന്നുണ്ട്, അങ്ങനെയാണ് എന്തുമാത്രം വെള്ളം റിസർവോയറിലേക്ക് ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ വെള്ളം പിടിച്ചു നിർത്തണമെങ്കിൽ എന്തുമാത്രം ക്വാണ്ടിറ്റി ഒഴുക്കിക്കളയണം, ഇതെല്ലാം കണക്ക് കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ ഗേറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇടുക്കി പദ്ധതിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ഗോപാലകൃഷ്ണൻ 26 വർഷം അവിടെ ജോലി ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്നു. തിരുവനന്തപുരത്ത് മലയോര മേഖലകളിൽ വ്യാപക കൃഷിനാശമുണ്ടായി. നാലാഞ്ചിറയിൽ വൈദ്യുത കമ്പി പൊട്ടി വീണ് ഒരാൾ മരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോടും മഴ തുടരുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും കോഴിക്കോട് നിന്ന് പ്രദീപ് നാരായണനും ചേരുന്നു. കണ്ണൂരിൽ നിന്ന് മനു ഭരത്തും ചേരുന്നുണ്ട്. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, നാളെ വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? മഴയ്ക്ക് ശമനമുണ്ടോ? രഞ്ജിനി, ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. മലയോര മേഖലയിൽ കൂടുതൽ ശക്തമായി തന്നെയാണ് മഴ ഇപ്പോഴും തുടരുന്നത്. ഇന്നലെ രാത്രി മലയോര മേഖലയിലുണ്ടായ ശക്തമായ മഴയിൽ വ്യാപക കൃഷിനാശം റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലകളായ കുറ്റിച്ചൽ, വെള്ളറട, കള്ളിക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിലാണ്, അടക്കമുള്ള പഞ്ചായത്തുകളിലാണ് വ്യാപക കൃഷിനാശവും മറ്റ് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണും മരച്ചില്ലകൾ ഒടിഞ്ഞു വീണും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ NGO ക്വാർട്ടേഴ്സിനകത്ത് മരം കടപുഴകി വീണ വാഹനങ്ങൾ പൂർണ്ണമായി തകർന്ന ഒരു സ്ഥിതിയുണ്ട്. 3 കാറുകളും ഒരു ഓട്ടോയുമാണ് തകർന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അതേസമയം 7:45 കൂടി മാത്രമാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. ഇത് പല വിദ്യാർത്ഥികളെയും ബുദ്ധിമുട്ടിലാക്കി. പലരും സ്കൂളിൽ എത്തിയതിനു ശേഷമാണ് അവധി വിവരം അറിഞ്ഞത്. ഈ സാഹചര്യത്തിൽ കുട്ടികളെ അടക്കം ബുദ്ധിമുട്ടിലാക്കിയ ഒരു സാഹചര്യമുണ്ടായി. കൂടാതെ തിരുവനന്തപുരം ജില്ലകളിലെ മറ്റ് സ്ഥലങ്ങൾ, അതായത് തീരദേശ മേഖലയിലും ഇതേ രീതിയിൽ തന്നെ ശക്തമായി തന്നെ മഴ തുടരുകയാണ്. തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. അതായത് നാളെ വരെ മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നും കൂടാതെ 7 മുതൽ 11 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 3 ഡാമുകളിലെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിൽ 3 അടിയാണ് ഷട്ടർ ഉയർത്തിയത്. കൂടാതെ അരുവിക്കര ഡാം 1.5 മീറ്ററും പേപ്പാറ ഡാം 40 സെൻറ്റിമീറ്ററും ഷട്ടർ ഉയർത്തിയിട്ടുണ്ട്. ഉമേഷ് തുടരുക. ഇപ്പോൾ കോഴിക്കോട് നിന്ന് പ്രദീപ് നാരായണൻ കൂടി ചേരുന്നുണ്ട്. പ്രദീപ്, തിരുവനന്തപുരത്ത് രാവിലെ മുതൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. കോഴിക്കോട് ഒരു സാഹചര്യം എങ്ങനെയാണ്? പ്രത്യേകിച്ച് മലയോര മേഖലയുടെ ഒരു അവസ്ഥ, ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? രഞ്ജിനി, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായ മഴ മലബാർ മേഖലകളിലൊക്കെ തന്നെയും ലഭിച്ചത്. ഇന്ന് രാവിലെ വരെയും ശക്തമായ മഴയായിരുന്നു ഇവിടെ ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മഴ അല്പം ശമിച്ചിട്ടുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴ മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുമെങ്കിലും ഇരുണ്ടുമൂടിയൊരു കാലാവസ്ഥയാണ് കോഴിക്കോട് നഗരത്തിലുൾപ്പെടെ കാണാൻ സാധിക്കുന്നതും. ജില്ലയുടെ വടക്കൻ മേഖലയിൽ അല്ലെങ്കിൽ മലയോര മേഖലയിലൊക്കെ തന്നെയും ശക്തമായ മഴ ഇപ്പോൾ ലഭിക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുക്കം, താമരശ്ശേരി, വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. ശക്തമായ മഴ ഇനിയും തുടരുകയാണെങ്കിൽ, ഈ മേഖലയിൽ മഴ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ മുൻപുണ്ടായതുപോലുള്ള ഉരുൾപൊട്ടലിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അവസാനിക്കുകയാണ്.
മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെയും കടലിലേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, ഒരു സമയത്താണ് ശക്തമായ മഴ ലഭിക്കുന്നത്. ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങരുത് എന്ന ഒരു നിർദ്ദേശം കൂടി അധികൃതർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ വടക്കൻ ജില്ലകളിലൊക്കെ തന്നെ ലഭിച്ചത്. കാസർഗോഡ് ജില്ലയിലും നല്ല മഴ ലഭിച്ചു. മലപ്പുറത്ത് ചാലിയാർ ഉൾപ്പെടെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മലപ്പുറത്തെ മലയോര മേഖലയിലും ശക്തമായ മഴയാണ് ലഭിച്ചത്. എന്നാൽ ഈ ജില്ലകളിലൊക്കെ തന്നെയും അവധി നൽകേണ്ട ഒരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ മഴ കനക്കുകയാണെങ്കിൽ, തുടർച്ചയായി മഴ പെയ്ത്തുണ്ടാവുകയാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നതിലേക്ക് ചിലപ്പോൾ കാര്യങ്ങളെത്തും. കാരണം ഇതിനു മുൻപും ഇത്തരത്തിൽ ശക്തമായ മഴ തുടർച്ചയായി ഉണ്ടായപ്പോഴാണ് അവധി നൽകിയത്. എന്തായാലും ഇപ്പോൾ മഴയ്ക്കൽപ്പം ശമനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാമെങ്കിൽ കൂടിയും, ചെറിയ ചാറ്റൽ മഴയാണ് എന്ന് പറയാമെങ്കിൽ കൂടിയും ഇരുണ്ടു മൂടിയ ഒരു കാലാവസ്ഥയാണ് കോഴിക്കോട് നഗരത്തിൽ നിന്നും നമുക്ക് ദൃശ്യമാകുന്നത്. കണ്ണൂരിൽ നിന്ന് മനു ഭരത് കൂടി ചേരുന്നുണ്ട്. മനു, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം എന്തൊക്കെ മുൻകരുതലാണ് സ്വീകരിച്ചിട്ടുള്ളത്? രാവിലത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് കണ്ണൂരിലെ? രഞ്ജിനി, കണ്ണൂരിൽ രാവിലെ കനത്ത മഴ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കണ്ണൂരിന്റെ മലയോര പ്രദേശങ്ങളിൽ നല്ല മഴയുണ്ട്. നഗരപ്രദേശങ്ങളിലും, കണ്ണൂരിന്റെ നഗരപ്രദേശങ്ങളിലും നേരത്തെ തന്നെ അതിരാവിലെ തന്നെ മഴ ആരംഭിച്ചിട്ടുണ്ട്. ഈ മലയോര പ്രദേശങ്ങളിലെ സാഹചര്യം, പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ചിലയിടങ്ങളിൽ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊട്ടിയൂർ, കേളകം, അതുപോലെ തില്ലങ്കേരി, മുഴുക്കുന്ന്, കോലാട്, ചിത്താരിപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് സ്കൂളുകൾക്കെല്ലാമാണ് കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സ്കൂളുകൾ പിന്നീട് ഒരു ദിവസം ഇതിന് ബദൽ ക്ലാസുകൾ നടത്തണമെന്നും കലക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലാണ് കൂടുതലായും കണ്ണൂരിൽ ഈ മഴ ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ തീരപ്രദേശങ്ങളിൽ കാറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികളോട്, ചെറുകിട മത്സ്യത്തൊഴിലാളികൾ, കടലിലേക്ക് ഇറങ്ങുന്ന ചെറുകിട മത്സ്യത്തൊഴിലാളികളോട് ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രഞ്ജിനി, കണ്ണൂരിൽ നിന്ന് മനു ഭരത്തും കോഴിക്കോട് നിന്ന് പ്രദീപ് നാരായണനും തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി എം പി ജോയ്സ് ജോർജ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. എം ഉണ്ണികൃഷ്ണൻ ചേരുന്ന വിശദാംശങ്ങളുമായി. ഉണ്ണി, വിവരങ്ങൾ എന്താണ്? രഞ്ജിനി, കേരളത്തിൽ കനത്ത മഴ കാരണം അണക്കെട്ടുകളിൽ ജലനിരപ്പ് വലുതായി ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി എം പി ജോയ്സ് ജോർജ് പാർലമെന്റിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ലോക്സഭയിൽ അദ്ദേഹം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ മിക്ക അണക്കെട്ടുകളിലെയും ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സാധ്യമായ ഇടപെടലുകൾ എന്തൊക്കെയാണ്, ഭീതി അകറ്റാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന വിഷയത്തിൽ അടിയന്തരമായി ചർച്ച നടത്തണമെന്നുള്ളതാണ്. സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിനായുള്ള അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസാണ് ഇപ്പോൾ എം പി നൽകിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ആശങ്കാജനകമായ സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഇങ്ങനൊരു നീക്കമെന്നാണ് ജോയ്സ് ജോർജ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കൃത്യമായി മുല്ലപ്പെരിയാറിലെ സാഹചര്യമെന്ന് ഈ അടിയന്തര പ്രമേയത്തിൽ നോട്ടീസിൽ പറഞ്ഞിട്ടില്ല. കാരണം മുല്ലപ്പെരിയാർ വിഷയം തർക്ക വിഷയമായതുകൊണ്ട് തന്നെ അത് ചർച്ചയ്ക്കെടുക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ടാണ് എല്ലാ അണക്കെട്ടുകളിലെയും അടിയന്തര സാഹചര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും സഭാ നടപടികൾ 11 മണിക്ക് ആരംഭിക്കുമ്പോൾ തന്നെ ഈ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് സ്പീക്കറുടെ പരിഗണനയ്ക്ക് വരും. അത് അനുവദിക്കാനുള്ള സാധ്യത ഒരുപക്ഷെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വേളയിൽ ഇത് ഈ പ്രശ്നം ഉന്നയിക്കുന്നതിനുള്ള അനുമതി എം പിക്ക് ലഭിക്കാനാണ് സാധ്യതയുള്ളത്. ശരി ഉണ്ണി. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. അദ്ദേഹത്തിന് തീവ്രപരിചരണം ആവശ്യമാണ് എന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മകനും DMK വർക്കിംഗ് പ്രസിഡന്റുമായ MK സ്റ്റാലിൻ അറിയിച്ചു. കരുണാനിധിയെ തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയും O പനീർശെൽവവും സന്ദർശിച്ചു. വിവരങ്ങളുമായി പ്രദീപ് പിള്ള ചെന്നൈയിൽ നിന്നും ചേരുന്നു. പ്രദീപ്, പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിട്ടുണ്ടോ? ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ്? ഞായറാഴ്ച രാത്രി വൈകി പുറപ്പെടുവിച്ച മെഡിക്കൽ ബുള്ളറ്റിന് ശേഷം ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ അറിയിപ്പുകൾ ഉണ്ടായിട്ടില്ല. അതേസമയം അനൌദ്യോഗികമായി ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് അതേ വിവരം തന്നെയാണ്. അന്നുണ്ടായ നേരിയ പുരോഗതിയിൽ മാറ്റമില്ലാതെ തുടരുന്നു, തൽസ്ഥിതി തുടരുന്നു എന്ന് മാത്രമാണ് അവർ പറയുന്നത്. പിന്നെ നമുക്ക് ലഭിച്ച ഏക വിവരം നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ ഡോക്ടർ കരുണാനിധിയുടെ മകൻ DMKയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ MK സ്റ്റാലിൻ ഇന്നലെ രാത്രി പുറത്തുവന്ന് അറിയിച്ച വിവരമാണ്. നേരിയ പുരോഗതിയുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ അദ്ദേഹം കഴിയുന്നു എന്നുള്ള വിവരമാണ് MK സ്റ്റാലിൻ അറിയിച്ചത്. പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെ ഇന്നലെ രാവിലെ മുതൽ ഡോക്ടർ കരുണാനിധിയെ കാണാനായി ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു, കാവേരി ആശുപത്രിയിലേക്ക്. മുഖ്യമന്ത്രി പളനിസ്വാമി, ഉപമുഖ്യമന്ത്രി പനീർശെൽവം, മറ്റു മന്ത്രിമാരെത്തിയിരുന്നു. യോഗ ഗുരു ജഗ്ഗി വാസുദേവ, രാഷ്ട്രീയ നേതാക്കളായ വൈക്കോ, ശരത് പവാർ, പ്രഫുൽ പട്ടേൽ തുടങ്ങിയവരും ശ്രീലങ്കൻ MP ആയ അർമുഗൻ തോണ്ടൈമാനും
ആശുപത്രിയിലെത്തി കരുണാനിധിയുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിയിരുന്നു. മക്കളായ കനിമൊഴിയും സ്റ്റാലിനും വന്നും പോയും ഇരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഒട്ടനവധി പ്രവർത്തകർ പുറത്ത് തടിച്ചുകൂടിയിരുന്നു. ഇന്നലെ രാത്രി വൈകി അതിൽ ഏറെ പേരും മടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും 100ഓളം പ്രവർത്തകർ രാത്രി മടങ്ങാതെ ആശുപത്രിക്ക് പുറത്തും ഈ പരിസരങ്ങളിലുമായി കഴിച്ചു കൂട്ടിയ ഏതാനും പേരുണ്ട്. ആ മുഖങ്ങളൊക്കെ തന്നെ ഇന്ന് രാവിലെ വീണ്ടും അവരെ കാണാം. കലൈഞ്ചർ എണീറ്റ് വരൂ എന്നുള്ള മുദ്രാവാക്യങ്ങളുമായി, അല്ലെങ്കിൽ കലൈഞ്ചർ തന്നെ രൂപം കൊടുത്ത ഉടൽ മണ്ണുക്ക് ഉയിർ തമിഴുക്ക് എന്നുള്ള മുദ്രാവാക്യം അവർ ഭേദഗതി ചെയ്ത് ഉടൽ മണ്ണുക്ക് ഉയർ കലൈഞ്ചർക്ക് എന്ന മുദ്രാവാക്യവുമായി അവർ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. ഏതായാലും സ്റ്റാലിനും DMK നേതാവ് ദുരൈമുരുകനും അണികളോട് അഭ്യർത്ഥിച്ചത് കഴിയുന്നത്ര പേർ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ജില്ലാ സെക്രട്ടറിമാരടക്കമുള്ളവർ മടങ്ങിപ്പോകണമെന്നും കലൈഞ്ചറുടെ ആരോഗ്യനിധിയിൽ തൽക്കാലം ആശങ്കയ്ക്ക് വകയില്ല, അതുകൊണ്ട് തന്നെ സമാധാനം പാലിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയാണ് ദുരൈമുരുകനും MK സ്റ്റാലിനും അണികളോട് പറഞ്ഞത്. ചെന്നൈയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ KPCC അധ്യക്ഷ പ്രഖ്യാപനം ഉടൻ പരിഗണിക്കുന്ന പ്രധാന പേരുകളടങ്ങുന്ന റിപ്പോർട്ട് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് രാഹുൽ ഗാന്ധിക്ക് കൈമാറി. KPCC അധ്യക്ഷ തീരുമാനം സംബന്ധിച്ച് AK ആന്റണിയും മുകുൾ വാസ്നിക്കും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ്, VD സതീശൻ, ബെന്നി ബെഹനാൻ എന്നീ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. തീരുമാനം വൈകരുത് എന്ന് രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിച്ചിരുന്നു. DCC അധ്യക്ഷന്മാരുടെ മുകുൾ വാസ്നിക് ആശയവിനിമയം നടത്തിയിരുന്നു. കൊച്ചി കിഴക്കമ്പലത്തെ കോളേജ് വിദ്യാർത്ഥി നിമിഷയുടെ കൊലപാതകത്തിൽ പ്രതി ബംഗാൾ സ്വദേശി ബിജു മുള്ള റിമാൻഡിൽ. ഇന്നലെ രാത്രിയോടെ കാക്കനാട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷമാണ് ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഇയാൾ വീട്ടിൽ കയറി അമ്മൂമ്മയുടെ മാല മോഷ്ടിക്കുന്നതിനിടെ നിമിഷ നിലവിളിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. പ്രതിയെ നാട്ടുകാരാണ് പിടികൂടി പോലീസിന് ഏൽപ്പിച്ചത്. കൊല്ലപ്പെട്ട നിമിഷയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നടക്കും. മൃതദേഹം ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. കത്തികൊണ്ട് കഴുത്തിൽ കുത്തിയതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയും. ജലന്ധർ ബിഷപ്പിനെതിരായ ലൈംഗിക പീഡന കേസിൽ കന്യാസ്ത്രീയെ സ്വാധീനിക്കാൻ ശ്രമിച്ച വൈദികനായ ജെയിംസ് എർത്തേലിനെ ഇന്ന് ചോദ്യം ചെയ്തേക്കും. കേസിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ എർത്തേലിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. വൈദികനെതിരെ ഇന്നലെ CMI സഭ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു.